സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് അർച്ചന. തനിക്ക് ഇപ്പം തന്നെ ആതിരയെ കാണണമെന്ന് സച്ചിയോട് അർച്ചന പറയുന്നു. താനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരെയും പേടിപ്പിക്കണോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. നമുക്ക് അവളെ രാവിലെ പോയി കാണാമെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ആ നേഴ്സ് കുഞ്ഞിനെ മാറ്റുന്നു. ശേഷം അവർ അവന്തികയെ വിളിച്ച് പറയുകയാണ്, തന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. താൻ പറഞ്ഞതിൻ്റെ ഇരട്ടി തുക തരാമെന്ന് അവന്തിക ആ നേഴ്സിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് 2 കുഞ്ഞുങ്ങളും നിർത്താതെ കരയുന്നതാണ്. ശിവരാമൻ്റെ കുഞ്ഞ് കരയുന്നത് കേട്ട് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നു. ഞാനൊന്ന് കുഞ്ഞിനെ എടുത്തോട്ടെ എന്ന് ചോദിച്ച് അർച്ചന കുഞ്ഞിനെ എടുക്കുകയാണ്. ഈ സമയം കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു. തുടർന്ന് അർച്ചന കുഞ്ഞിനെ അവർക്ക് കൊടുക്കുന്നു. പിന്നീട് ആതിരയുടെ അടുത്തേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവരാമൻ സേതുമാധവൻ്റെ അരികിലേക്ക് വരുന്നതാണ്. അയാൾ സേതുമാധവനോട് മാപ്പ് ചോദിക്കുന്നു. ഇവിടുത്തെ ജോലി പോയതിനു ശേഷം ഞാൻ ഒരുപാട് ജോലി തിരക്കിയെന്നും ഇതുവരെ എനിക്കൊരു ജോലിയും ശരിയായില്ല എന്നൊക്കെ അയാൾ പറയുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്ത് മരിക്കാമെന്ന് ഓർക്കുന്ന സമയത്താണ് അവൾ ഗർഭിണിയാകുന്നത്. വർഷങ്ങളായുള്ള ഞങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമാണ്. സാറ് ഞങ്ങളെ കൈവിടരുതെന്നും കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണമെന്നും അയാൾ സേതുമാധവനോട് പറയുന്നു. ഇത് കേട്ട് അവന്തിക പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. താൻ ഞങ്ങളെ ചതിച്ചുവെന്നും കണ്ണീരൊലിപ്പിച്ചെന്നും ഇനി ഇവിടെ നിൽക്കണ്ട എന്നും അവന്തിക പറയുന്നു. ഇതേ സമയം അർച്ചന അങ്ങോട്ടേക്ക് വരുന്നു. ചേട്ടനെയല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതെന്ന് അർച്ചന ചോദിക്കുന്നു. ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ സച്ചിയുടെ ഭാര്യയാണെന്ന് സേതുമാധവൻ പറയുന്നു. തുടർന്ന് സേതുമാധവൻ അർച്ചനയ്ക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ ചതി കാണിച്ചതിന് പറഞ്ഞു വിട്ടതാണെന്നും ഇപ്പോൾ കുഞ്ഞിനെ വളർത്താൻ നിവർത്തിയില്ല എന്നും ജോലി കൊടുക്കാൻ പറഞ്ഞ് വന്നിരിക്കുകയാണെന്നും അയാൾ പറയുന്നു. നമുക്ക് ഇയാൾക്ക് ഒരവസരം കൂടി കൊടുക്കാമെന്നും നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇയാൾക്ക് ഒരു ജോലി കൊടുക്കാമെന്നും സേതുമാധവൻ പറയുന്നു. മോളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ചെയ്ത തെറ്റ് ഇദ്ദേഹം ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് ഇയാൾക്ക് ഒരവസരം കൂടി കൊടുക്കുവച്ച എന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ട് അവന്തിക ഞാൻ സമ്മതിക്കില്ല എന്നും ഓഫീസിലെ പൈസ എടുത്ത് തിരിമറി നടത്തിയ ആളാണിതെന്നും ഞാൻ അയാൾക്ക് അവിടെ ജോലി കൊടുക്കില്ല എന്നും അവന്തിക പറയുന്നു. ഇത് കേട്ട ഉടനെ അർച്ചന പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയും ഇയാൾ ചെയ്ത അതേ ചതി ചെയ്തതല്ലേ? ഏട്ടത്തിയോട് എല്ലാവരും ക്ഷമിച്ചില്ലേ? അതുപോലെ തന്നെ ഇയാളോടും ക്ഷമിക്കണം. ഇയാൾക്ക് ഓഫീസിൽ ജോലി കൊടുക്കണ്ട എന്നും ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി കൊടുത്താൽ മതിയെന്നും അർച്ചന പറയുന്നു. ഇത് കേട്ട് സേതുമാധവൻ പറയുന്നു, അത് ശരിയാണ്, താൻ ഒരിക്കൽ തെറ്റ് ചെയ്തതാണ്, അങ്ങോട്ടേക്ക് പോകണ്ട. ഇവിടെ ഒരു കാര്യസ്ഥനോ ഡ്രൈവറോ ഒക്കെ ആയി താൻ ഇവിടെ തന്നെ നിന്നോളൂ എന്ന് അയാളോട് സേതുമാധവൻ പറയുന്നു. ഇത് കേട്ട് സന്തോഷിച്ചു നിൽക്കുന്ന അവന്തികയെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ വന്ന് കുഞ്ഞിനെ നോക്കുന്നതാണ്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നും നമുക്ക് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും ഡോക്ടർ പറയുന്നു. ഇതേ സമയം സന്ദീപ് അച്ഛനോട് പറയുന്നു, നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോയാലോ? അതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. ഇവിടെ അടുത്തല്ലേ എന്ന് സന്ദീപ് ചോദിക്കുന്നു. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും ആതിരയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.